ഒരു പാർട്ടി ഒരു ഇതുമല്ല, ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ശ്രീ മുകേഷിനെതിരെ പരാതി കൊടുത്തു. ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ടെന്ന്. എന്താ ഡിജിറ്റൽ തെളിവുകൾ? ഈ പെൺകുട്ടി മുകേഷിന് അങ്ങോട്ട് ഉമ്മയും സ്മൈലിയും 20,000 രൂപ, 40,000 രൂപ, 1,00,000 രൂപ ചോദിച്ച കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ഉണ്ട്. പക്ഷെ പോലീസുകാർ റിസ്ക് എടുക്കില്ല. ആണുങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ, നമ്മൾ എത്ര വേണമെങ്കിലും അഡ്വക്കേറ്റിന് കാശുകൾ കൊടുത്തോട്ടെ, എത്ര സമയം വേണമെങ്കിലും അതിനു വേണ്ടി ചിലവാക്കിക്കോട്ടെ. അതുകൊണ്ട് സോ കോൾഡ് സ്ത്രീപക്ഷമാണ് തെളിയിക്കാൻ ഈസി ആയിട്ട് പോലീസുകാരും നമ്മുടെ സംവിധാനങ്ങളും അവരോടൊപ്പം നിൽക്കുക. ഒരു ഭരണകക്ഷി MLA ആയ ശ്രീ മുകേഷിന് നീതി കിട്ടിയില്ലെങ്കിൽ, പ്രതിപക്ഷത്തെ ശക്തനായ MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ, നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് ആർക്കെങ്കിലും തോന്നും? അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആയ കേരളത്തിലെ സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മുകേഷിന് നീതി കിട്ടിയില്ല. എല്ലാവർക്കും ശ്രീ മുകേഷിന്റെ കേസ് അറിയാം. ഈ സ്ത്രീ പലവട്ടം മുകേഷിനെ അങ്ങോട്ട് വിളിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് കാശും മറ്റും ചോദിക്കുകയാണ്. വളരെ എവിഡന്റ് ആണ്. ശ്രീ മുകേഷ് ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തതിലും ഈ വാട്സ്ആപ്പ് ചാറ്റുകളെല്ലാം. പക്ഷെ പോലീസ് എടുക്കുന്ന സമീപനം എന്താ? എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പോലീസ് എടുത്ത സമീപനത്തിൽ ഹൈക്കോടതി പറഞ്ഞത്, രാഹുൽ ഈശ്വർ അല്ല, കൗസർ എടപ്പകം എന്ന ജഡ്ജി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 49 കേസുകളിൽ പ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഈ വ്യാജ പരാതി നൽകിയ പെൺകുട്ടി. ഇത് സിനിമാ കഥയാണ് നിങ്ങൾ വന്ന് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, എക്സാക്ട്ലി എല്ലാ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിനിമാ കഥ നിങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വന്ന് പറയുകയാണ്. എന്നിട്ട് കോടതി പറയുന്നു, റേപ്പിനോളം വേദനാജനകമാണ് വ്യാജ റേപ്പ് കേസുകളും. എന്തുകൊണ്ടാ പോലീസ് ചെയ്യുന്നത്? പോലീസ് റിസ്ക് എടുക്കൂല. കാര്യം, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിജീവിതയായി. ആ അതിജീവിത പറയുന്നത് അതേപോലെ കേൾക്കണം. ഈ വ്യാജ പരാതി കൊടുക്കുന്നവരെ അതിജീവിതയാക്കുന്നത് അതിജീവിതയോടുള്ള അപമാനമല്ലേ? അല്ലെങ്കിൽ അതിജീവിതമാരെ അപമാനിക്കുന്നത് പോലെയല്ലേ? ഇതിലെ പ്രശ്നം, ഇതിൽ ആർക്കെങ്കിലും ഫലപ്രദമായി ഇന്റർവ്യൂൻ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മീഡിയക്കാർക്കാണ്. കാര്യം, പലപ്പോഴും മീഡിയക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനും മീഡിയക്കാരുടെ കൈയ്യിൽ കിട്ടാനും ചെയ്യുന്നത്